നമസ്കാരം. സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹമേതെന്ന ചോദ്യത്തിന് പണ്ട് മുതലേ ശാസ്ത്രലോകം നൽകുന്ന ഉത്തരം ശനി എന്നാണ്. അതിൻ്റെ ചുറ്റുമുള്ള വർണ്ണാഭമായ വളയങ്ങളാണ് ശനിയെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ വളയങ്ങൾക്കും അപ്പുറം മറ്റൊരു വലിയ പ്രത്യേകത കൂടി ശനി സ്വന്തമാക്കിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന കിരീടം വ്യാഴത്തിൽ നിന്ന് തിരിച്ചുപിടിച്ചുകൊണ്ട് ശനി വീണ്ടും ബഹിരാകാശ ഗവേഷണ രംഗത്ത് തരംഗമാവുകയാണ്. ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ പ്രകാരം ശനിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളുടെ എണ്ണം 285 ഉയർന്നിരിക്കുന്നു. മൈനർ പ്ലാനറ്റ് സെന്ററിന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കണ്ടെത്തിയ ചെറുതും മങ്ങിയതുമായ ഉപഗ്രഹങ്ങളാണ് ഈ എണ്ണത്തിൽ വലിയ വർധനവ് വരുത്തിയിരിക്കുന്നത്. നാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചു വളർന്ന ശനിയല്ല ഇന്നത്തെ ശനി എന്ന് ഈ കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശനിയിൽ പുതുതായി കണ്ടെത്തിയ ഈ ഉപഗ്രഹങ്ങൾ അതിന്റെ വിഖ്യാതമായ ടൈറ്റൻ എന്ന ചന്ദ്രനെ പോലെ വലിപ്പമുള്ളവയല്ല, മറിച്ച് ഏതാനും കിലോമീറ്ററുകൾ മാത്രം വീതിയുള്ള ചെറിയ പാറക്കൂട്ടങ്ങളാണ് ഇവയിൽ ഭൂരിഭാഗവും. ഇറഗുലർ സാറ്റലൈറ്റുകൾ എന്നാണ് ശാസ്ത്രലോകം ഇവയെ വിശേഷിപ്പിക്കുന്നത്. ശനിയിൽ നിന്ന് വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇവയുടെ ഭ്രമണപഥങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വിപരീതമായി ഇവയിൽ പലതും ശനിയുടെ ഭ്രമണ ദിശയ്ക്ക് വിപരീതമായാണ് സഞ്ചരിക്കുന്നത്. ഈ കുഞ്ഞൻ ചന്ദ്രന്മാർ ശനിഗ്രഹത്തോടൊപ്പം ഉണ്ടായവ അല്ല എന്നും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ശനിയുടെ ശക്തമായ ഗുരുത്വാകർഷണ വലയത്തിൽ പെട്ടുപോയ ആകാശ വസ്തുക്കളുമാണെന്നാണ് ഗവേഷകർ കരുതുന്നത്. ബഹിരാകാശത്തെ വലിയ പാറക്കൂട്ടങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് രൂപപ്പെട്ട അവശിഷ്ടങ്ങൾ കാലക്രമേണ ശനിയുടെ ഉപഗ്രഹങ്ങളായി മാറിയതാകാമെന്ന നിഗമനത്തിലാണ് അയോവ സർവകലാശാലയിലെ അലിസൺ ജെയിൻസനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ. ഭൂമിയിൽ നിന്ന് ശതകോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഇത്തരം ചെറിയ വസ്തുക്കളെ കണ്ടെത്തുക എന്നത് ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. കരുത്തുറ്റ ദൂരദർശിനികൾ ഉപയോഗിച്ച് ആകാശത്തെ മങ്ങിയ ചലിക്കുന്ന ബിന്ദുക്കളെ ദിവസങ്ങളോളം നിരീക്ഷിച്ചാണ് ഇവ കടന്നുപോകുന്ന ചിഹ്നഗ്രഹങ്ങളല്ല, മറിച്ച് ശനിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാണെന്ന് ശാസ്ത്രലോകം ഉറപ്പിക്കുന്നത്. ഭൂമിക്ക് ഒരേ ഒരു ചന്ദ്രൻ മാത്രമുള്ളപ്പോൾ ശനിക്ക് ഇത്രയധികം ചന്ദ്രന്മാർ ഉണ്ടായതിന് പിന്നിൽ അതിന്റെ വലിപ്പവും പ്രപഞ്ചത്തിലെ സ്ഥാനവും പ്രധാന കാരണം. ഭൂമിയേക്കാൾ 9 മടങ്ങ് വീതിയുള്ള ശനിക്ക് അതിശക്തമായ ഗുരുത്വാകർഷണ ബലമാണുള്ളത്. കൂടാതെ ശനി സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ കൂടുതലാണ് എന്നതും കൂടുതൽ ഉപഗ്രഹങ്ങളെ ആകർഷിക്കുവാൻ ശനിയെ സഹായിക്കുന്നു. ബഹിരാകാശ ഗവേഷണം ഇപ്പോഴും അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് എന്നും ശനിക്ക് ചുറ്റും ഇനിയും കണ്ടെത്താത്ത നൂറുകണക്കിന് ചന്ദ്രന്മാർ ഉണ്ടായേക്കാമെന്നുമാണ് ഗവേഷകർ പറയുന്നത്. നാം ആഴത്തിൽ നിരീക്ഷിക്കും തോറും പ്രപഞ്ചം കൂടുതൽ അത്ഭുതങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നു എന്നതിന്റെ തെളിവാണ് ശനിയിലെ ഈ പുതിയ കണ്ടെത്തലുകൾ. സൗരയൂഥത്തിലെ ഓരോ ഗ്രഹത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശനിയുടെ ഈ 285 ഉപഗ്രഹങ്ങൾ എന്നത് ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ഇനിയും വർദ്ധിച്ചേക്കാം. പ്രപഞ്ചത്തിന്റെ അതിരുകളില്ലാത്ത വിസ്മയങ്ങളിലേക്ക് മനുഷ്യൻ നടത്തുന്ന ഓരോ ചുവടുവെപ്പും ശാസ്ത്രത്തിന്റെ വിജയമായി മാറുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.